ദൈവത്തെ കാണണമെന്ന് ആഗ്രഹമുള്ള ആരൊക്കെ ഉണ്ട് ഇതിനകത്ത്? ദൈവത്തെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. കാത്തിട്ടു. മോടെ പേരെന്തുവാ? ഇനി വന്നില്ല പേര്. ഹിസ്ബ. വെറൈറ്റി പേരാ. ഹിസ്ബയ്ക്ക് ആഗ്രഹം ഇന്ന് കർത്താവിനെ എന്ത് ചെയ്യണം? കാണണം. ഹിസ്ബ വീട്ടിൽ പോയി കിടന്നുറങ്ങുക. രാത്രി ഒരു 1:30 ആകുമ്പോൾ ഹിസ്ബ ഉറങ്ങുന്ന കട്ടിലിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ തോണ്ടി, ഹിസ്ബേ. ഹിസ്ബ ചാടി എഴുന്നേൽക്കുമ്പോൾ ഒരു വെള്ള വസ്ത്രധാരി നിൽക്കുന്നു. എന്തുവായിരിക്കും അടുത്ത് സംഭവിക്കുന്നത്? ദൈവത്തെ കാണണമെന്ന് പറഞ്ഞ് കിടന്നാ എന്തുമായിരിക്കും? ഒരു വിറയലും ഒരു തുള്ളലും. അഭിഷേകമല്ല, പനി അല്ലേ? സംഭവിക്കത്തില്ലയോ? എന്തിനാ? പോകുന്ന വഴി മുട്ടയിടാൻ സാധ്യതയില്ലാത്തടത്തൊരു കോഴിമുട്ട കണ്ട രക്തം ചെയ്യാൻ 2 എണ്ണം പറയുന്നവരാ കൂടുതലും. കൂടെ ഉണ്ടോ നിങ്ങൾ? ഭൂതത്തെയും പ്രതത്തെയും പോരാട്ടത്തെയും കെട്ടിനെ ആഭിചാരത്തെയും ഒക്കെ നമ്മൾ എന്തുമാത്രം വലുതാക്കിയെന്നറിയാമോ? കൃപ ലഭിച്ചവന് പേടിക്കണ്ട. കൃപ ലഭിച്ചവന് ഭയപ്പെടണ്ട. സ്തോത്രം. ഈ അപ്പം പുരുഷനടുത്തില്ലാത്ത സമയം ഈ മറിയുടെ അടുക്ക് വന്നിട്ട് കൃപ ലഭിച്ചവളെ എന്ന് വിളിച്ചിട്ട് അറ്റാക്ക് വന്ന് താഴെ പോയില്ലല്ലോ. കാരണം പേടി മാറ്റുന്ന കൃപ കൊണ്ടാണ് വന്നേക്കുന്നത്. അതാ കാര്യം. പറയുന്ന ദൂത് നിസ്സാരമാണോ? ഒന്നുമല്ല. നീ ഒരു മകനെ പ്രസവിക്കും. നമ്മളാണ് എന്നാ പറയും? കർത്താവേ ഒരല്പം വെയിറ്റ് ചെയ്യും. മാട്രിമോണി സൈറ്റിൽ പേര് കൊടുത്ത് ജോസഫ് എന്നൊരു സഹോദരൻ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുക. ഇന്നലെ നമ്മൾ വാട്സപ്പിൽ ഒരു ഹായ് മെസ്സേജ് അയച്ചത്, ഒരു അല്പസമയം എനിക്ക് തന്നാൽ നമുക്കിത് എന്ത് ചെയ്യാം? ക്രമീകരിച്ച് അങ്ങനെ വല്ലതും പറഞ്ഞോ? അവളെന്തോ പറഞ്ഞേ? ഇതെങ്ങനെ സംഭവിക്കുമെന്നാ? ഇതെങ്ങനെ സംഭവിക്കും? ഈ പറയുന്നേ ഇതെങ്ങനെ സംഭവിക്കും? പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? ഊതന്റെ മറുപടി, എടാ കൊണ്ട് തന്ന കൃപയ്ക്കകത്ത് ഏൽപ്പിച്ചത് ധൈര്യത്തോടെ ചെയ്യാൻ എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? നിനക്കൊരു വന്ദനം പറഞ്ഞപ്പോഴേ ചുമ്മാ ഒരു പ്രൈസിനോട് പറഞ്ഞതല്ല. പകരം കൊണ്ട് തന്നപ്പോ പറഞ്ഞതെങ്ങനെ ചെയ്യണമെന്നും എങ്ങനെ ചെയ്യിപ്പിക്കണമെന്നും അറിയാവുന്നൊരു കൃപയുമായിട്ടാ നിന്റെ അടുക്കലേക്ക് ദൂതൻ ഇറങ്ങിയേക്കുന്നത്. ജീസസ്, അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ അങ്ങനെ ഏൽപ്പിച്ചത് ചെയ്യാൻ, ഭയമില്ലാതെ ഏൽപ്പിച്ചത് ചെയ്യാൻ ഒരു കൃപയ്ക്ക് വേണ്ടി യാചിക്ക. കൃപ ലഭിച്ചവളോട് പറയുന്നു, പേടിക്കണ്ട. ഇനി